നമ്മൾ ചെയ്യുന്നത് വലിയ ജോലി തന്നെയാ. ആണുങ്ങൾ ചെയ്യുന്ന ജോലിയെക്കാളും ഒട്ടും താഴ്ന്നതല്ല നമ്മൾ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മളത് തെളിയിച്ച് കാണിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലികൾ ആമ്പിളാരെ കൊണ്ടും ചെയ്യിപ്പിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സ്ത്രീകളായ നമ്മളോട് അവർ സോറി പറയണം. വസുന്ധര, വസുന്ധര, കോഫി റെഡിയല്ലേ? അവനെ ഓഫീസിൽ പോകാൻ സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കേ. കാർത്തിക, നീ എന്റെ ഷൂ വിശ്വശക്തി. സ്ത്രീ ശാക്തീകരണം വിജയിക്കട്ടെ. സ്ത്രീകൾ ബലഹീനരല്ല, ശക്തിയുള്ളവരാ. സ്ത്രീകൾ പാചകം ചെയ്യുന്ന വെറും പാവകളല്ല, സിംഹത്തിന്മേലിരിക്കുന്ന ദുർഗാദേവിയാ. ആണുങ്ങളുടെ ജോലി വലുതും പെണ്ണുങ്ങളുടെ ജോലി ചെറുതും അല്ല. ജോലിയുടെ കാര്യത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തുല്യരാ. സ്ത്രീ ശക്തി ശാന്തി അടയട്ടെ. സ്ത്രീകൾക്കും ജീവിക്കണം. പുരുഷ ശക്തി തുലയട്ടെ. ഇവിടെ എന്തൊക്കെയാ കാണുന്നത്? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ സ്ട്രൈക്ക് നടത്തുക. എന്തിനു വേണ്ടി ഈ സമരം? നിങ്ങളുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇന്നു മുതൽ ഞാനും എന്റെ മരുമക്കളും ഒരു ജോലിയും ചെയ്യില്ല. നന്നായി. ഞാനും ചെയ്യില്ല. നിങ്ങളെ ജോലിയും ഞങ്ങളെ ജോലിയും എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. നോട്ടീസ് പോലും തരാതെ പെട്ടെന്ന് നിങ്ങൾ സ്ട്രൈക്ക് നടത്തിയ? രാവിലെ നിന്റെ ചേച്ചിയോട് വെറുതെ തമാശ പറഞ്ഞതാടാ. അവളത് സീരിയസ് ആയിട്ട് എടുത്തെന്ന് തോന്നുന്നു. ഏട്ടൻ എന്താ പറഞ്ഞത്? കഷ്ടപ്പാട് മുഴുവൻ ഞങ്ങൾ ഈ ആണുങ്ങൾക്കാ. നിങ്ങളെ പെണ്ണുങ്ങൾക്ക് എന്ത് ജോലിയാ ഉള്ളേ? ഞങ്ങൾ ഓഫീസിൽ പോയ ഉടൻ തന്നെ കട്ടിലിൽ കയറി കിടന്ന് അങ്ങ് ഉറങ്ങുക, അതല്ലേ ഉള്ളൂ. കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയും ചെയ്യും. വീട് വൃത്തിയാക്കി, തുണി അലക്കി, പാത്രവും കഴുകി വെക്കും. ഇതൊക്കെ ഒരു ജോലിയാണോ? അതിനാണ് നിങ്ങൾ സ്ട്രൈക്ക് നടത്തുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാപ്പിയുള്ളേ? നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നല്ലാതെ ഇവർക്കിവിടെ വേറെ എന്ത് പണിയാ ഉള്ളത്? നമ്മൾ പുറത്തുപോയി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി കൊടുത്താ ഇവരത് ചെലവാക്കി എൻജോയ് ചെയ്യും. അതെ അതെ, ആയിരക്കണക്കിന് രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്ത് നമ്മുടെ പൈസ മൊത്തം തീർത്തോണ്ടിരിക്കാം. കഷ്ടപ്പാട് നമുക്കും ആഘോഷം ഇവർക്കും. നമ്മുടെ വിയർപ്പാ ഇവരെ സന്തോഷാക്കുന്നത്. നമ്മുടെ കഷ്ടപ്പാട് ഇവരെ കഷ്ടപ്പാട് ഒന്നാണോ ബി? നമുക്ക് ഓഫീസിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുള്ളതാ. ഇവര് വീട്ടിലിരുന്ന് എന്ത് കഷ്ടപ്പെടുന്ന. അതെ ഏട്ടാ, നമ്മൾ ചെയ്യുന്ന ജോലി ഇവരെ കൊണ്ട് ഒരു ദിവസം പോലും ചെയ്യാൻ കഴിയില്ല. ഈ ഭൂമിയിൽ നമ്മളില്ലെങ്കിൽ പിന്നെ ഇവർക്കൊരു ജീവിതമില്ല. ഇവിടെ എന്തായി നടക്കുന്നത്? ഈ ആണുങ്ങൾക്കും ഞങ്ങൾ സ്ത്രീകൾക്കും തമ്മില് യുദ്ധം നടക്കാണ് ഉണ്ണി. അങ്ങനെയാണെങ്കിൽ ഞാനും അച്ഛന്റെ സൈഡ് തന്നെയാ. കാര്യം എന്താന്ന് പോലും അറിയാതെ നീ അവരുടെ സൈഡിലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാര്യം എന്തായാലും ശരി, ഞാനൊരാണല്ലേ, ഞാനും ആണുങ്ങളുടെ സൈഡിലല്ലേ നിൽക്കൂ. വെരി ഗുഡ് ഉണ്ണി. ഞാൻ എന്റെ അമ്മയുടെ സൈഡിലാ. ഞാനും. ഇപ്പൊ എന്ത് വേണം? നിങ്ങളെല്ലാരും മഹതികളാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു തരണം. നിങ്ങൾ എന്ത് സമ്മതിക്കാനാ? ഞങ്ങൾ തന്നെയാ ഗ്രേറ്റ്. ഞങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളെ കൊണ്ട് കഴിയോ? ഞങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എന്ന് ഓഫീസിൽ പോയിട്ട് ഞങ്ങളുടെ ജോലി ചെയ്യും. ഇല്ല, നിങ്ങൾ ആണുങ്ങളാണ് സ്ത്രീകളെ കുറച്ച് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാ? ഞങ്ങൾ വീട്ടിൽ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നോ ആ ജോലികളെല്ലാം. ഞങ്ങൾ ആണുങ്ങളാ, വീട്ടു ജോലിയൊക്കെ എങ്ങനെ ചെയ്യും?
ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു ജോലിയാണോന്ന് ചീപ്പായിട്ട് പറഞ്ഞത് നിങ്ങളല്ലേ? എന്നാ ഞങ്ങളുടെ ജോലി ഒന്ന് ചെയ്ത് കാണിച്ചേ. ഞങ്ങൾ ചെയ്ത ആദ്യം ചെയ്ത് കാണിക്കടാ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളോട് സോറി പറയേ. അതുവരെയും ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഏട്ടാ, അഖിൽ, ഉണ്ണി, ഒന്നിങ്ങി വന്നേ. എന്ത് ചെയ്യണം ഏട്ടാ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ പിന്മാറി കഴിഞ്ഞാ മാനം കപ്പൽ കയറോബി. അതെ ഏട്ടാ, നമ്മുടെ ജോലി അവർക്ക് ചെയ്യാൻ പാടായിരിക്കും, അവരുടെ ജോലി നമുക്ക് എളുപ്പമായിരിക്കും. ഈ സൈഡ് ചെയ്ത് തീർക്കാൻ ചെറിയച്ച, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അറിഷോ? ഷുവർ. ഓക്കെ. എല്ലാവരും എന്ത് തീരുമാനം എടുത്തു? നിങ്ങളുടെ ചാലഞ്ച് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്യും, എന്നിട്ട് ഗ്രേറ്റ് എന്നുള്ള പേര് വാങ്ങിക്കും. നിങ്ങളെ കൊണ്ട് അത് പറ്റിയില്ലെങ്കിൽ ഞങ്ങളാണ് ഗ്രേറ്റ് എന്ന് സമ്മതിച്ച് നിങ്ങൾ ഞങ്ങളോട് സോറി പറയണം. ഞങ്ങൾ സോറി പറയില്ല. നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്ത് നിങ്ങളുടെ കൈയടി ഞങ്ങൾ വാങ്ങും. ഓ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് പറയും. പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ചെയ്തു തീർക്കും. ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. വീട്ടുജോലികളും അടുക്കള ജോലികളും എല്ലാ ജോലികളും ചെയ്യണം. അതിരാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ഞങ്ങൾ സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ ജോലികളും അത് മുഴുവൻ നിങ്ങൾ ചെയ്യണം. ചെയ്യാലോ. നിങ്ങൾ എല്ലാരെക്കാളും സൂപ്പറായിട്ട് ചെയ്യും. ഇനി ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ലിസ്റ്റ് കിട്ടാം. ഓക്കെ ഏട്ടാ, ലെറ്റ്സ് ചേഞ്ച് ദ ഗെറ്റപ്പ്. എന്താ മക്കളെ ഇങ്ങനെ ഒരു അവതാരം? ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഗെറ്റപ്പിലായിരിക്കണം. വെറുതെ ഗെറ്റപ്പ് മാത്രം ചേഞ്ച് ചെയ്താ പോരാ, അതിനനുസരിച്ച് ജോലിയും ചെയ്യണം. ആ ജോലി എന്താന്ന് വെച്ചാ പറ. വീട് മുഴുവനും നല്ല വൃത്തിയായി തുടയ്ക്കണം. തുണി അലക്കി ഉണക്കാനിടണം. ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കഴുകണം. ഞങ്ങൾക്കിടയ്ക്ക് ചായയും കാപ്പിയും വേണ്ടി വരും. ഭക്ഷണവും ഉണ്ടാക്കി തരണം. വീട് നല്ല നീറ്റ് ആയിരിക്കണം. ഉണങ്ങിയ തുണികൾ എടുത്ത് അയൺ ചെയ്ത് വെക്കണം. ലഞ്ചിനുള്ള പാത്രങ്ങൾ കഴുകി ലഞ്ച് ഉണ്ടാക്കണം. ബെഡ്റൂമിലെ ബെഡ്ഷീറ്റും പില്ലോ കവറും പിന്നെ കർട്ടൻ എല്ലാം മാറ്റണം. വൈകുന്നേരം എല്ലാവർക്കും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം.
ഫസ്റ്റ് എന്ത് ജോലിയാണെന്ന് പറ. തുണി അലക്കണം. അത് പിന്നെ ഞാൻ വളരെ ചെറിയ കുട്ടിയല്ലേ ചെറിയച്ഛ, ഞാൻ എങ്ങനെയാ തുണിയൊക്കെ കഴുകുന്നത്? ഏട്ടാ ഏട്ടാ തുണി കഴിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ്. വീട് അടിച്ചു വാരി നന്നായിട്ട് തുടയ്ക്കണം. ഞാനാ ചൂലിന്റെ അത്ര പോലും വരില്ലല്ലോ ചെറിയച്ഛ, എന്നെ കൊണ്ട് എങ്ങനെയാ അടിച്ചു വരാൻ പറ്റുക? ഓക്കെ, ഞാൻ തന്നെ തുടയ്ക്കാം. ആ, നെക്സ്റ്റ്. വീടിന്റെ മുറ്റം വൃത്തിയാക്കി കോലമിടണം. ഉണ്ണി കോലല്ലേ, നീ തന്നെ കേട്ടോ. ഓക്കെ അച്ഛാ. ഓക്കെ. ആ പാത്രവും കഴുകണല്ലോ. ആ, ഓഹോ, മാത്രല്ലേ? അതെ അതെ അതെ. ഞാനും കൂടെ അല്ലേ? അതെ, അതെ. ഞാൻ ആ, പാത്രം കഴുകണം അതെ, അല്ലേ? അതെ, അങ്ങനെ. ശരി, എന്നാ ജോലി പോയി തുടങ്ങിക്കോളൂ. ആ, ഓക്കെ, പോവാം. പെട്ടെന്ന് പൊയ്ക്കോ. ഹലോ ആ? മിസ്റ്റർ മൂത്തപുത്ര, എന്താണ് കാര്യം അടിമ ഭാര്യയെ? വാഷിംഗ് മെഷീനില് തുണി അലക്കാന്ന് താങ്കൾ കരുതിയോ? ആ, യെസ്, ഓഫ് കോഴ്സ്. വാഷിംഗ് മെഷീൻ കേടായി പോയല്ലോ സർ, കൈ കൊണ്ട് തന്നെ തുണി അലക്കണം. ആ, എന്താടി ഇത്? അപ്പൊ ഇതുവരെ ഇത് ശരിയാക്കിയില്ലല്ലേ? ഹാ, ഒന്ന് നന്നാക്കി തരാൻ എന്ന് ഞാൻ ചോദിക്കുന്നതാണല്ലോ, നിങ്ങളല്ലേ പോസ്റ്റ്പോൺ ചെയ്തോണ്ടിരിക്കുന്നേ. ആ, എന്റെ ശ്രദ്ധക്കെടുപ്പ് എനിക്ക് തന്നെ പണിയായിരിക്കാണല്ലോ. സാരമില്ല, സാരമില്ല, കുറച്ച് തുണികളല്ലേ ഉള്ളൂ, അതൊക്കെ പാട്ടും പാടി ഞാൻ അലക്കിക്കോളാം. ആഹാ, ആ, തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ. നീ ഭാവനെ, സർഫില്ലേ? ഇല്ല. മത്തു പിടിച്ചിട്ടു കറങ്ങുന്നു വാക്ക്, കരിമ്പിന്റെ രസമുള്ള നീ തന്നെ, വാ, 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 സുഖത്തിന്റെ സരിഗമ നീ തന്നെ. ഇത്രയും തുണി അലക്കണോ? അതെന്താ, എന്നും ഞങ്ങൾ അലക്കുന്നതല്ലേ? ഇതിപ്പോ നമ്മുടെ തുണി മാത്രമേ ഉള്ളോ അതോ ഇവിടെയുള്ള എല്ലാവരുടെ തുണിയുണ്ടോ? ഇതെല്ലാം എന്റേത്, അമ്മയുടേത്, വസുവിന്റേത്, കാർത്തികയുടേത്, എല്ലാവരുടെയും ഉണ്ട്. ആ, ഇനിയും കുറച്ചുണ്ട്. ഇത് അലക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടെ കൊണ്ടുതരാം. ഉഫ്, എന്റെ ദൈവമേ, ഇത്രയും തുണികളുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഒരു തുണിക്കട തന്നെ തുടങ്ങാം. ഇത്രയും അലക്കിയതിന് ശേഷം എന്റെ കൈ ഉണ്ടാവോ ഇല്ലെന്ന് കണ്ടറിയാം. എന്താ, അലക്കാൻ വയ്യേ? കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ, സോപ്പ് തേച്ച് നല്ലോണം അലക്കണം കേട്ടോ. പേരുകേട്ട തറവാടി. ആ, അങ്ങനെ തന്നെ നല്ലോണം ഇടിച്ച് പിഴിഞ്ഞോ. നീ പോ, ഞാൻ അലക്കിക്കോളാം. ഒന്ന് പോയേ ഇവിടുന്ന്. പേരുകേട്ട തറവാടി, പോക്കിരിക്കുകമ്മാടി, മണ്ണിലെ സത്യമേ സോമകന്യകേ, സടകുടഞ്ഞ വില്ലാളി, ചോരയുള്ള പോരാളി, ഇന്ദ്രനും ചന്ദ്രനും ബന്ധുവാണു നീ, ചന്തമോടെ എന്നും നീയോ എന്റേതല്ലേ സുന്ദരി, അന്തിവെട്ടമാറും നേരം സ്വന്തം നീയേ കൺമണി, ചത ചത തുളുമ്പടി കരളിന്റെ കൂടത്തിലെ ഹനിയാൻ ഉടനെ നിറയാൻ വരണേ, അറിവറി എനിക്കില്ല പതുക്കെ. ഉണ്ണി ഉണ്ണി, നീ എവിടെ പോവാ? വീട്ടുമുറ്റത്ത് കോലയിടാൻ പോവാ. മുറ്റത്ത് കോലമിടേണ്ടത് ഈ വേഷത്തിലല്ല ഉണ്ണി. പിന്നെ നിനക്കറിയില്ല. നീ എന്റെ കൂടെ വാ, പറയാം.
എന്തിനാ നീ ഇപ്പൊ ഇവിടെ വെള്ളം ഒഴിച്ചേ? ആദ്യം മുറ്റത്ത് വെള്ളം തളിക്കണ്ടേ? അത് കഴിഞ്ഞിട്ടാണ് കോലം ഇടേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുണ്ണി. പ്രാവ് കോലോ മുത്തശ്ശി? അവിടെ പ്രാവിനെ കാണുന്നില്ലല്ലോ. കോഴി വന്നപ്പോ അത് പറന്നുപോയി. അപ്പൊ കോഴി എവിടെടാ? അപ്പുറത്തെ വീട്ടുകാര് അത് കറി വെച്ച് കഴിച്ചു അല്ലേ അമ്മേ? എടി അയ്യോ എടാ, കോലം വരയ്ക്കാൻ അറിയില്ലെങ്കിലും നിന്റെ ഡയലോഗ് അടിക്ക് ഒരു കുറവും ഇല്ലല്ലോ. അതെ, വീട്ടിനകത്ത് എന്റെ ഭർത്താവ് എന്ത് ചെയ്യാന്ന് നോക്കിട്ട് വരാം. പച്ചക്കുത്തിരുമ്പുരുക്കി ഉച്ചവേലിലൂതിക്കാച്ചി 10 മുഴം നീളമുള്ള പാര, കണ്ണിനും കാണാപ്പാര, കണ്ടാലറിയാത്ത പാര, കൊണ്ടാലോ കീറിപ്പോകും ഈ തരപ്പാര. പാരാ പരാ ശങ്കര പോരാ പരാ, ഇത് പോരാ വാക്കര. പച്ചക്കുത്തിരുമ്പുരുക്കി ഉച്ചവേലിലൂതിക്കാച്ചി 10 മുഴം നീളമുള്ള പാര. ഏയ്, നീ എന്താടി കാണിക്കുന്നേ? ഞാൻ വൃത്തിയാക്കുന്ന കാണുന്നില്ലേ? എന്റെ ഇഷ്ടം ഏയ് ഏയ്, നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം.